നല്ലൊരു ഹെൽത്തി ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഐറ്റമാണത്. അതിനായിട്ട് ആദ്യം പാലക്കിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. വലിയ പാലക്കോ ചെറിയ പാലക്കോ ഏത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് പാലക്കിൻ്റെ ഇലെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേന് റെഡിയായി കിട്ടും. ഒത്തിരി കണ്ടിട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കോരിയെടുക്കാം. ഇനി ഇതിനെ കോരിയെടുത്തിട്ട് ഒന്ന് ചെറിയ ചൂടോടെ വേണം ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ഗോതമ്പിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല ഞാൻ കുഴച്ചെടുക്കുന്നത്. പാലൊക്കെ അരച്ചത് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടോടെ വേണം പാലക്കിനെ അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ആ ചെറിയ ചൂടോടെ തന്നെ ഈ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറവ്, വെള്ളത്തിൻ്റെ കുറവ് ഇതിൽ വരികയാണെങ്കിൽ, ഇത് ജ്യൂസ് കുറവാണെങ്കിൽ, വെള്ളത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും ചപ്പാത്തി. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. പാലൊക്കെ അരച്ചത് വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ഇതിനെ ഉരുട്ടി എടുത്തിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുക. ഞാനിവിടെ ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് കട്ടിക്ക് വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കരുത്. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഓരോന്നിനായിട്ട് പരത്തിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണിത്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണിത്. പരത്തുമ്പോഴേ അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇളം ചൂടോടെ അരച്ചിട്ട് വേണം, ഇളം ചൂടോട് കൂടിയിട്ട് വേണം മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഓരോന്നിനായിട്ട് ചുട്ടെടുക്കുക. സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് സ്റ്റവിൽ വെച്ച പാത്രം ചൂടാവുന്നതിൻ്റെ മുന്നേ ചപ്പാത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് ചപ്പാത്തി അങ്ങ് കല്ലിച്ച പോലെ ആയി പോവും. ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ അടിയിൽ നിന്ന് കുമിളകൾ വരുമ്പോൾ ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ വേണമെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 2 വശം മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. സ്റ്റൗ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഒത്തിരി അങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഇതേപോലെ നല്ലപോലെ സോഫ്റ്റായിട്ടൊന്നും വരില്ല. അതേപോലെ ഇതിന് പൊള്ളനും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഇച്ചിരി ചൂട് വേണം ചട്ടിക്ക് എപ്പോഴും. ഇട്ട് കൊടുത്ത പാടന്നെ മറിച്ചിടരുത്. ഇതേപോലെ അടിയിൽ നിന്ന് ചെറിയ കുമ്പളകൾ വരുമ്പോൾ വേണം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ഇത് നല്ലപോലെ ചപ്പാത്തി സോഫ്റ്റായിട്ട് വരുന്നത്. ഞാനിവിടെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം ചുട്ടെടുക്കണ്ടെങ്കിൽ കുറച്ച് മാത്രം മതിയെങ്കിൽ ആവശ്യത്തിനുള്ളത് ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ പരത്തിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഇടയിലെ എല്ലാം ബട്ടർ പേപ്പറെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഫ്രീസറിൽ എടുത്ത് വെക്കാം. 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല പോലെ തണുപ്പ് പോയതിന് ശേഷം ചുട്ടെടുക്കണം.
ഇപ്പോൾ ഒരു ദിവസത്തിനൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഞാനിവിടെ ചെയ്യാറുള്ളത് തന്നെയാണ്. ഒരിക്കലും സോഫ്റ്റ് അതിൻ്റെ നഷ്ടപ്പെടുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഇതേപോലെ സ്റ്റൗവിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചൂടായതിന് ശേഷം ചപ്പാത്തി ഇട്ട് കൊടുക്കണം, നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.